അനൂപ് ജേക്കബ് MLA കബളിപ്പിക്കാൻ ശ്രമം നടന്നു. ബംഗളൂരു വിജിലൻസിൽ നിന്നാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പിന് ശ്രമിച്ചത്. ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യുമെന്നും പറഞ്ഞ് ഇന്നലെ രാവിലെ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നു. MLA രൂക്ഷമായി പ്രതികരിച്ചതോടെ തട്ടിപ്പുകാർ ഫോൺ കട്ട് ചെയ്ത് സ്ഥലം വിട്ടു. ശ്യാംകുമാർ ടെലിഫോണിൽ. ശ്യാമെ, യഥാർത്ഥ കളിച്ച് അമ്പലമുറ്റത്ത് കയറി കളി തുടങ്ങിയ SK തീർച്ചയായും. കാരണം MLA ഫോണിലേക്ക് ആ കോൾ വന്നത് മറ്റൊരു നമ്പർ MLA പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ഈ നമ്പറിൽ നിന്നും പലരെയും വിളിച്ച് തട്ടിപ്പിനിരയാക്കി ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു കോൾ വന്നത്. ഇതോടുകൂടി MLA രൂക്ഷമായി പ്രതികരിച്ചു. അതോടുകൂടി അവർ കോൾ കട്ട് ചെയ്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഈ നമ്പറിലേക്കൊക്കെ തിരിച്ചു വിളിക്കാൻ MLA അനൂപ് ജേക്കബ് പലതവണ ശ്രമിച്ചു. പക്ഷേ ആ നമ്പറിൽ ഫോൺ എടുക്കുന്നില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് MLA കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ഈ തട്ടിപ്പിന് എതിരായിട്ടുള്ള പരാതി കൊടുക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പിനെ ഇരയാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷെ അത് MLA ആണ് എന്നറിയാതെയാണ് വിളിച്ചതെന്നുള്ളതാണ് പോലീസും കരുതുന്നത്. ഏതായാലും ഈ തട്ടിപ്പുകാരെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. അപ്പോൾ MLA നോക്കില്ല, അവർ കിട്ടുന്ന നമ്പറിൽ ഈ റാൻഡമായിട്ട് എങ്ങനെ വിളിക്കുകയാണ്. എൻ്റെ നമ്പറിലും ചില UP കോളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്കായിട്ട്. തട്ടിപ്പിനെ പറ്റിയ ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ അറസ്റ്റ്, ഓൺലൈൻ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അറസ്റ്റ് നമ്മുടെ ശിക്ഷാ നിയമ വ്യവസ്ഥയിലില്ല എന്ന് മനസ്സിലാക്കുക. യുവമാരെ പിടിച്ച് ലൈൻ നിർത്തിക്കൊണ്ട് പോലീസിനെ വിവരം അറിയിച്ച് യുവമാരെ തട്ടിപ്പുകാരെ പിടിച്ചകത്താക്കണം.